റാറ്റ് ഇങ്ങനെ ആദ്യമായിട്ട് റാറ്റിൻ്റെ മാത്സിൻ്റെ ബുക്ക് തുറന്നു. അവൻ 2 ദിവസം കഴിഞ്ഞാൽ മാത്സിൻ്റെ എക്സാം. ബട്ട് അവൻ്റെ അടുത്ത് വേറൊരു സംഭവം കൂടി ഇരിപ്പുണ്ട്, അവൻ്റെ ഫോൺ. അവനിങ്ങനെ പഠിക്കാൻ തുടങ്ങി A=B². അവൻ്റെ ഫോൺ അടിച്ചു. എന്തുവാ? ബിഗ് ബോസ് സീസൺ 6ൻ്റെ പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അയ്യോ അത് കാണണ്ടേ, പിന്നെ കാണണം. അവ എടുത്ത് വെച്ചു. അവരിപ്പോൾ നോക്കും, അവർ കട്ടിലേക്ക് കിടന്ന് എന്താ കാണിക്കുന്നത്? അങ്ങനെ 2 മണിക്കൂർ അവൻ കളഞ്ഞു. ഓക്കെ, അവൻ ഫോണോട് അത് ബിഗ് ബോസ് കണ്ടിട്ട് അവൻ ഫോൺ മാറ്റി വെക്കുന്നു. അടുത്ത പിന്നെയും പഠിക്കുന്നു. -2B പിന്നെ ഫോൺ വരുന്നു. പിന്നെ ആരോ വിളിക്കുന്നു. റാറ്റ് നോക്കിയപ്പോൾ റാറ്റിൻ്റെ ഫ്രണ്ട്. അല്ലോടാ പറയടാ, ഞാൻ പഠിക്കുക. തീർന്നു. റാറ്റ് അവൻ്റെ പുസ്തകം മാറ്റി വെക്കുന്നു, പബ്ജി പോയി കളിക്കുന്നു. ബട്ട് ഈഗിൾ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഫോക്കസ് ഉള്ള, അൾട്ടിമേറ്റ് മെൻറ്റാലിറ്റി ഉള്ള, അൾട്ടിമേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരു ഡൂ ലിസ്റ്റിൽ ജീവിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെന്നാണ് ഈഗിൾ. ഈഗിളിനും ഫ്രണ്ട് ഉണ്ട്, ഈഗിളിനും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്, ഈഗിളിനും എക്സാം ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഈഗിളിന് ഒരു കാര്യം അറിയാം, അവൻ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിരുന്ന ഹി വിൽ ബി ഇൻ ഫോക്കസ്. നമ്മളോട് ഇത് ആരും പറഞ്ഞു തരത്തില്ല. നമുക്കൊന്നും ഈ കാര്യങ്ങളൊന്നും കോളേജിലോ സ്കൂളിലോ ഒന്നും പഠിപ്പിക്കാനും പോകുന്നില്ല. കാരണം അവർക്കൊരു വർക്കിംഗ് ക്ലാസ്സിനെയാണ് വേണ്ടത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ലൈഫിൽ സക്സസ് വേണമെങ്കിൽ, റാറ്റിനായാലും നിങ്ങൾക്കായാലും എനിക്കായാലും ലൈഫിൽ സക്സസ് വേണമെങ്കിൽ നമുക്ക് ഫോക്കസ് വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ലൈഫിൽ സക്സസ് വേണമെങ്കിൽ നമുക്ക് ഫോക്കസ് വേണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോയ സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം. ബട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഇയർ പോയപ്പം ഇത് ക്ലാസ് ടെസ്റ്റ് നടത്തുന്നു, അതിന് ഞാൻ ഫെയിൽ ആവുന്നു, ബാക്കിയുള്ള എല്ലാ ടെസ്റ്റിനും ഞാൻ ഫെയിൽ ആവുന്നു. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഒന്നാമത് എഞ്ചിനീയറിംഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ആയപ്പം ഔട്ട് ഓഫ് കൺട്രോളായി. ഞാൻ പിന്നെ അവിടുന്ന് ബിൽഡ് ചെയ്തെടുത്ത് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് എങ്ങനെ ഇരിക്കാം എന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു ലോങ് ടൈമിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇഫ് യു വാണ്ട് സക്സസ് ഇൻ യുവർ ലൈഫ്, യു നീഡ് വൺ തിങ്, ദാറ്റ് ഈസ് ഫോക്കസ്. ഫക്കിംഗ് ഫോക്കസ് ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പം നിങ്ങളൊരു ഗെയിമിംഗ് യൂട്യൂബർ ആണെന്ന് വെച്ചോ. ആ ഗെയിമിംഗ് യൂട്യൂബർ ആണെങ്കിൽ പോലും നിങ്ങൾ ആ സംഭവത്തിന്, ഞാൻ മാത്രം ലോ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ബട്ട് ആ സംഭവത്തിനെങ്കിലും ഫോക്കസ് വേണം. ഫ്രൈഡ് ആയ സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജനിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രാക്ഷനാണ്, 10-200 ഡിസ്ട്രാക്ഷനാണ് ഒരു ടൈമിൽ നമ്മുടെ തലയിൽ കൂടെ പോകുന്നത്. നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഇരിക്കത്തില്ല. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഡോപ്പമിൻ ഡീറ്റോക്സ് എടുക്കുക. അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വാച്ച് ഇറ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ. സോ ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കാൻ ഞാൻ അങ്ങ് എന്തെങ്കിലും വലുതാണ്, ഞാൻ അങ്ങ് ഇങ്ങനെയാണെന്നൊന്നും പറയുമല്ല. ബട്ട് എനിക്കിങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്തെടുത്തു. അതിന് പ്രധാനപ്പെട്ട ചെയ്തൊരു കാര്യം ഡോപ്പമിൻ ഡീറ്റോക്സ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, ഫോക്കസ്. എങ്ങനെ നമുക്ക് ഫോക്കസ് ബിൽഡ് ചെയ്യാൻ പറ്റും? എന്താണ് സത്യത്തിൽ ഫോക്കസ് എന്ന് പറഞ്ഞ് ആർക്കൊക്കെയാണ് സത്യത്തിൽ ഫോക്കസ് ഉള്ളത്? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് ഫോക്കസ് ഒന്നുമില്ല, ഞാൻ ഫോക്കസ് ഒക്കെ ജനിക്കുന്നവർക്ക് കിട്ടും, ആ ഫോക്കസ് കൊണ്ട് നമ്മൾ ജനിക്കണം, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഫോക്കസ് ഒന്നും ഇല്ലാത്തവനാണ്, ഞാൻ 24 മണിക്കൂറും ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നതാണ്, ഞാൻ അതാണ് ഇതാണ് ഗെയിം കളിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ലിമിറ്റിംഗ് സെൽഫ് ബിലീഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക. ആദ്യം അത് വളരെ 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 നമ്മളെ പിന്നെയും ആ റാറ്റ് ഹോളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആദ്യം റാറ്റിന് സംഭവിച്ച എന്താണ്? അവൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നു, കുണുകുണുകുണാന്ന് ഫോണിൽ വരുന്നു. നിങ്ങളുടെ സത്യത്തിൽ നിങ്ങളൊന്ന് ഇപ്പം നോക്കൂ, നിങ്ങളുടെ ഫോണിൽ എത്ര മാത്രം മെസ്സേജസ്, ഡോണ്ട് ലൈ ടു മീ ബ്രോ, നിങ്ങളുടെ ഫോണിൽ എത്ര മാത്രം മെസ്സേജും നോട്ടിഫിക്കേഷനുമാണ് ഇപ്പം തന്നെ വരുന്നത്? നോക്കൂ. പിന്നെ എങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റും? മെയിൻലി നമ്മളെ എല്ലാം ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഫോൺ. ഓക്കെ, സോ ഇത്രമാത്രം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്താണ് ഫോക്കസിന് ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് ഫോക്കസ് കിട്ടാം? ഡയറക്റ്റ് ആയിട്ട് ഒതൻറ്റിക് ആയിട്ട് നിങ്ങളെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ കൂട്ടി ഇരുത്തിയിട്ട് എന്തെങ്കിലും വ്യൂ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ തലകുത്തി ഇരുന്നാൽ ഇങ്ങനെ കിട്ടും എന്നൊന്നും ഞാൻ പറയത്തില്ല. കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് നോക്കിയ കാര്യം, എനിക്ക് ലൈഫിൽ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി, എസ്പെഷ്യലി നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ
അത് ഒരു ഡിസ്ട്രാക്ഷനും വേറെ ഇല്ലാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. 10 മണിക്കൂറോളം ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് ഇരുന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അതിൻ്റെ എല്ലാ റാറ്റ് ഹോളിൽ പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ബിലീവ് ഇൻ യുവർ സെൽഫ്, വി ക്യാൻ അച്ചീവ് ഫോക്കസ്. ഐ വിൽ ടെൽ യു എക്സാക്ട്ലി വാട്ട് ടു ഡു ടു ഗെറ്റ് ഫോക്കസ്. ബട്ട് നിങ്ങളിത് ചെയ്തിരിക്കണം. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെയും കാര്യം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡോപ്പമിൻ ഡീറ്റോക്സ് പോയെന്ന് കാണുക. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോടൊരു 10-15 കാര്യങ്ങൾ പറഞ്ഞാൽ ഓക്കെ, ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്തിട്ട് ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എണ്ണിക്കണം എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. വേഴ്സ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതൊക്കെ വെറും ബുക്കിലുള്ള പേപ്പറിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് നമുക്ക് ഫോക്കസ് വേണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡോപ്പമിൻ ഡീറ്റോക്സ് എടുത്തിരിക്കുക എന്നതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഫോക്കസ് കിട്ടാൻ. ഓക്കെ, രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോയുടെ കോർ പാർട്ടും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഇത്രമാത്രം സ്ട്രെസ് ചെയ്ത് നിങ്ങളോട് എനിക്ക് പറയാനുണ്ടെങ്കിൽ ആ കാര്യം എപ്പോഴും, അത് ഞാൻ ഇപ്പോഴായാലും ഞാനൊരു 5 വർഷം കഴിഞ്ഞിട്ടായാലും അത് ഈ കാര്യം മാത്രമായിരിക്കും: ഡു വാക്കിംഗ് മെഡിറ്റേഷൻ. ഞാൻ ഇന്ന് നിങ്ങളോട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് മെഡിറ്റേഷൻ കൊണ്ട് മാത്രമാണ്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവറാണ് മെഡിറ്റേഷൻ ഉള്ളത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഓക്കെ, ഈ മെഡിറ്റേഷൻ ഈ വീഡിയോ കണ്ടു, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു, എനിക്കിത് പോരാ, എല്ലാവരും തിങ്ക് ചെയ്യുന്നത് ഇങ്ങനെ, എനിക്കിത് പോരാ, എനിക്ക് ഇനി കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം അറിയണം, എനിക്ക് എങ്ങനെ തലകുത്തി നിൽക്കുന്ന കാര്യം അറിയണം, സന്യാസിമാരുടെ കാര്യം അറിയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ വെറും പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് എത്ര മണിക്കൂർ നിങ്ങൾ കളഞ്ഞാലും, എത്ര വീഡിയോസ് നിങ്ങൾ കളഞ്ഞാലും ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഐ ഗ്യാരണ്ടി ഇറ്റ്. ഞാൻ പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഈ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഇന്നു മുതൽ നിങ്ങൾ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം തന്നെ ചെയ്യാൻ പോവുകയാണ്. ഡോണ്ട് ലൈ ടു മീ. അയ്യോ, ഞാൻ കുളത്തിലാണ്, ഞാൻ എയറോപ്ലെയിനിൽ ഇരിക്കുകയാണ്, ഞാൻ ഹെലികോപ്റ്ററിലാണ് എന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഡു ഇറ്റ് വിത്ത് മീ. ഇപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സെൻസ് ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡു ഇറ്റ് വിത്ത് മീ. ഡോണ്ട് കെയർ അബൌട്ട് എനിബഡി. ഞാൻ നിങ്ങളോട് വേറെ ഒന്നും ചെയ്യാൻ പറയുന്നില്ലല്ലോ. 1 minute and 23 seconds മാത്രം ചെയ്താൽ മതി. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് ചെയ്യും. ഡു ഇറ്റ് വിത്ത് മീ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ട് ഇപ്പം ചെയ്യാം, പിന്നെ ഇപ്പം ഒന്ന് ചെയ്യാൻ മതി, ഇപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഡു ഇറ്റ് വിത്ത് മീ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും പോയിരിക്കുക, നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എവിടെയെങ്കിലും കസാരയിലോ തറയിലോ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. തറയിലിരിക്കുന്നത്, ഞാൻ തറയിലാണ് സാധാരണ ഇരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ചമ്മണം കൂട്ടിയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. അതാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ലതാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഓക്സിജൻ എടുക്കുന്നതും പോകുന്നതിലും ആയിരിക്കണം നമ്മുടെ ഫോക്കസ് ഉള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണ്. പല കാര്യങ്ങളുണ്ട്, ബട്ട് മെയിൻലി കാര്യം ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുമ്പം നമുക്ക് ആ തോട്ട് വരും, ഓ അവൾ എന്തുകൊണ്ട് എന്നെ നോക്കില്ല, ഇന്ന് ബിഗ് ബോസിൽ എന്താ നടന്നത്, ഓ മോഹൻലാലിൻ്റെ സിനിമ എന്താ ഇപ്പം ജയിക്കാത്തത്, ഇങ്ങനെയുള്ള പല തോട്ടും നമ്മുടെ തലയിലേക്ക് വരും. സോ അതിനെ നിങ്ങൾ ക്യാച്ച് ചെയ്യുക, ഫോക്കസ് ഇവിടെ കൊണ്ടുവരിക, ബ്രീത്തിങ്ങിൽ കൊണ്ടുവരിക. ഡു യു അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ചെയ്തിരിക്കണം. ഇത്ര മാത്രം ഉള്ളൂ മെഡിറ്റേഷൻ. അല്ല, നിങ്ങൾ വേറെ ഒരു സയൻറ്റിഫിക് കാര്യത്തിലും പോകുന്നില്ല. ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ജൂലൈ 22 തൊട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫെയിലിംഗ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സോ അത് കഴിഞ്ഞിട്ട് തൊട്ട് ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. സോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് സമയം പറയാം. ഇപ്പം 11:36 രാവിലെ. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത് നോക്കും. ഇങ്ങനൊരു സംഭവം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെയുള്ള സംഭവം നിങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ വെച്ച് തന്നെ നിങ്ങളോട് ഇത് 2ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നോക്കൂ, ഞാൻ വർക്കൗട്ട് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു,
ഡീപ്പ് വർക്ക് ചെയ്തില്ല, ഞാൻ ലേസി ആയിട്ടിരിക്കുകയായിരുന്നു. 7 മണിക്കൂർ ഉറങ്ങി. 8 മണിക്കൂർ ഉറങ്ങണം, ബട്ട് 7 മണിക്കൂർ ഞാൻ ഉറങ്ങി. ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്തു, ചെയ്തു. ഇന്ന് 2ാമത്തെ ദിവസം. ഇപ്പോൾ 11 നോക്കിക്കണം, ഇപ്പോൾ 11:37 ആയിട്ടുള്ളൂ. 11:37 രാവിലെ വർക്കൗട്ട് ഞാൻ ചെയ്തു. മെഡിറ്റേഷൻ ഞാൻ ചെയ്തു. ഡീപ്പ് വർക്ക് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. എൻ്റെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എനിക്ക് 3 ബ്ലോക്കാണ് ഡീപ്പ് സെക്ഷൻ ഉള്ളത്. 3 ബ്ലോക്ക്. അത്രയും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഫ്രൈഡ് ആയി പോകും. ബട്ട് മാക്സിമം ചെയ്യും. ഇപ്പം ഞാനിത് ക്ലിക്ക് ചെയ്യുന്നില്ല, ഞാൻ വൈകിട്ട് ക്ലിക്ക് ചെയ്യത്തുള്ളൂ. 7 hours സ്ലീപ്പ് ഉണ്ടായിരുന്നു. ഡോപ്പമിൻ ഡീറ്റോക്സ്, ഓഫ് കോഴ്സ് ഐ ഡോണ്ട് കെയർ. ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒരു പ്രശ്നമില്ല. നോക്കൂ, വേറൊരു സംഭവം എനിക്ക് പ്രശ്നമില്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാം പ്രശ്നമില്ല, എനിക്ക് ട്വിറ്റർ പ്രശ്നമില്ല, എനിക്ക് ഒരു ഗെയിമിംഗ് ഇല്ല, ഒരു കാര്യമില്ല. ഐ ഡോണ്ട് കെയർ. എനിക്കതൊരു ഒരു ഒരു അട്രാക്ഷൻ പോലും തോന്നുന്നില്ല. ഐ എം ഫ്രീ ഫ്രം ഇറ്റ്, ഫുള്ളി ഫ്രീ ഫ്രം ഇറ്റ്. എങ്ങനെ? ഞാൻ ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്തതുകൊണ്ട്. സോ വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ്. നിങ്ങൾ ഇങ്ങനൊരു സംഭവം പ്ലാൻ ചെയ്തേക്കണം. ഞാനിപ്പോൾ കാണിച്ചതിലൂടെ ഇങ്ങനൊരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഞാൻ ഇത് പറയുന്നത് വേണ്ടിയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ വി ആർ ഗോയിങ് ടു ഡു മെഡിറ്റേഷൻ റൈറ്റ് നൗ. I fucking hate this thing. വൃത്തിയായിട്ട സൗണ്ട്. ഓക്കെ, ഇത്രയും നേരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, ഓപ്പൺ ആവുക. ഞാൻ സാധാരണ ചെയ്യുന്നത്, ഞാനിത് 2ാമത്തെ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. ഞാൻ ഒരു വട്ടം ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. 10 മിനിറ്റ് ജസ്റ്റ് എൻ്റെ ഫോൺ എടുക്കും. അതിനകത്ത് ക്ലോക്ക് ഉണ്ട്, ആ ക്ലോക്കിനകത്ത് ടൈമർ ഉണ്ട്. ജസ്റ്റ് 10 മിനിറ്റ് വെക്കും, ഇരിക്കും. നോ ഹെഡ്സെറ്റ് ഒന്നും കാണത്തില്ല, ഒരു ഇതും കാണത്തില്ല. ഒരു റൂമിലിരിക്കും, ഞാൻ കതടച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ആരെങ്കിലും എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജിയാണ്. ഉറപ്പായിട്ടും അവിടെ നെഗറ്റീവ് എനർജി വർക്ക് ആയിരിക്കും. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിക്കും, അപ്പോൾ നിങ്ങളെ വിളിക്കാത്തവരെല്ലാം വിളിക്കും. അങ്ങനെ എല്ലാം ഉണ്ടാവും. വൈ? അത് യൂണിവേഴ്സൽ ലോ ആണ്. Every action has a equal and opposite reaction. Do you understand? ഇതാണ് റിയൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ. ഇത്ര മാത്രം കാര്യങ്ങൾ നിങ്ങൾ മെഡിറ്റേഷൻ്റെ കൂട്ട് അറിഞ്ഞാൽ മതി. നിങ്ങളോട് ഞാൻ പറയത്തില്ല, നിങ്ങൾ 10 മിനിറ്റ് ചെയ്യണം, എല്ലാ ദിവസവും 10 മിനിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. എനിക്ക് പോലും ഇന്ന്, ഹോണസ്റ്റ് ആയിട്ട് ഞങ്ങളോട് കള്ളം പറയത്തില്ല, എനിക്ക് പോലും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പം 3 മിനിറ്റ് എക്സ്ട്രാ കിടക്കുമോ? എനിക്ക് 8 മിനിറ്റേ ചെയ്യാൻ പറ്റുള്ളൂ. സത്യം, 8 മിനിറ്റ് എനിക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഐ ഗീവ് മൈ 100% ടു ഇറ്റ്. സോ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾ 10 മിനിറ്റ് ചെയ്യാൻ പറയത്തില്ല, 5 മിനിറ്റ് ചെയ്യാൻ പറയത്തില്ല. ജസ്റ്റ് 2 മിനിറ്റ് ചെയ്യുക. 2 മിനിറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഒട്ടും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ 1 മിനിറ്റ് ചെയ്യുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ, അത്രമാത്രം ആവശ്യമാണ് നിങ്ങൾക്ക് ലൈഫിൽ മെഡിറ്റേഷൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ അത് ചിന്ത വരുന്നത്, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എത്രമാത്രം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ അത്രമാത്രം ആവശ്യമാണ്, അത്രമാത്രം കൂടുതലാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. പല രീതിയിലും പല ലെയറിലും ഈ മെഡിറ്റേഷൻ ഉണ്ട്. ഇത് വലിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സബ്ജക്റ്റാണ് ഈ മെഡിറ്റേഷൻ. സോ
സോ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ഡു ദ വൺ തിങ്, ഒരു കാര്യമേ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നുള്ളൂ, ഡു ദ ആക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ വിശ്വസിക്കരുത്. ഇത്രയും നാൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന റാറ്റും ഈഗിളിലെ നമ്മുടെ ലൈഫ് ഇങ്ങനെ വിഷമിച്ചിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ബ്രെയിനാണ്. സോ നിങ്ങൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഞാൻ ഏറ്റെടുത്തതിൻ്റെ കൂട്ട് ഞാൻ ഇത്രയും നാൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തത് വേസ്റ്റായിട്ടാണ്, 100% കൊടുത്തില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. ഞാൻ ചുമ്മാ പറയും, ചെറുത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചെയ്യും, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതായിരുന്നു. ബട്ട് ജൂലൈ 22 തൊട്ട് ഞാൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഫുൾ ടൈം എൻ്റെ നല്ല രീതിയിലുള്ള 100% എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ കൊടുക്കും. നിങ്ങളും കൊടുക്കണം. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നതും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ ഒരു 100% മെന്നെ എടുത്താൽ ജസ്റ്റ് 20% ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ യു ആർ ഫക്കിംഗ് ലക്കി. അത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ലൈഫിൽ പല രീതിയിലും നമ്മളെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. സോ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ കാര്യത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ 1 വീക്ക് ഇട്ടിട്ടുള്ളൂ. നോക്ക്, 1 വീക്ക് ഇത്ര മാത്രം ഇട്ടാൽ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ റാറ്റ് ബ്രെയിൻ നമ്മളെ കൊണ്ട് ഇവിടെ ഒരു 600 കാര്യങ്ങൾ എഴുതിക്കാൻ നോക്കും. ഓക്കെ, ഡോണ്ട് ഫക്കിംഗ് ബിലീവ് യുവർ ഓൺ ബ്രെയിൻ. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. പിന്നെ ഈ സ്ലീപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും അലാറം വെച്ചത് 4 മണിക്ക് എണ്ണിക്കാൻ വേണ്ടിയാണ്. ഞാൻ 4 മണിക്ക് എണ്ണിച്ചു, നേരെ പോയി മൂത്രം ഒഴിച്ചു, തിരിച്ചു വന്നു. അങ്ങനെ അറിയില്ലല്ലോ, മൂത്രം ഒഴിച്ചു, യൂറിൻ പാസ് ചെയ്തു. ഓക്കെ, അത് ഞാൻ തിരിച്ചു വന്നു. അത് കിടന്നു. പിന്നെ എണ്ണിക്കെന്ന് പറയുന്നുണ്ട് ബോഡി. ബട്ട് കിടന്ന് തുടങ്ങി. ഞാൻ 8 മണിക്കാണ് എണ്ണിച്ചത്. ബട്ട് അതെന്തുകൊണ്ട് കാരണമെന്ന് ഞാൻ നോക്കി. സോ ഇങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം. എന്താണ് ഞാൻ കാരണമെന്ന് നോക്കിയപ്പോൾ ഞാൻ രാത്രി ഇന്നലെ ഉറങ്ങിയത് 10 മണിക്കാണ്. സോ എനിക്ക് 6 മണിക്കൂറോളം സ്ലീപ്പേ കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ റീസൺ. സോ ഞാൻ നാളെ എന്താണ് ചെയ്യേണ്ടത്? 9 മണിക്ക് ഉറങ്ങണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ ഇങ്ങനെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോക്കസ് വേണം. യൂട്യൂബിലായാലും ഈ ഇൻസ്റ്റഗ്രാമിലായാലും എവിടെ കിടക്കുന്നതായാലും ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസ്, ഹുക്ക് ഉണ്ടെങ്കിൽ ഓക്കെ. ഹുക്ക് നമ്മളിപ്പോൾ ഒരു വീഡിയോയിലേക്ക് കയറുമ്പം നമ്മളൊന്ന് ഈ അറ്റൻഷൻ പിടിച്ചു വെക്കാൻ വേണ്ടി ഹുക്ക് ഉണ്ട്, അതൊക്കെ. ബട്ട് എല്ലാം ഇപ്പോൾ ഒരു 15 മിനിറ്റുള്ള വീഡിയോ, അതിനകത്ത് പലയിടത്തും ഇങ്ങനെ ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസ് ഒക്കെ കണ്ട്, അതുപോലെ തന്നെ ഈ 30 സെക്കൻഡുള്ള വീഡിയോസ് കണ്ട് നമ്മുടെ മൈൻഡ് ഫ്രൈഡ് ആയിട്ടിരിക്കുകയാണ്. If you want focus in your life, if you want success in your life, you need to do meditation. You need focus. You will never walk alone because we are the set group. This is not the end. This is the beginning. Love you, brother. Ma.